നരസിംഹം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഭീമൻ രഘുവിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നല്ലവരായ എന്റെ പോലീസ് സുഹൃത്തുക്കളെ, ഈ ചെറ്റയെ ഞാൻ അടിക്കുന്ന ഓരോ അടികളും നിങ്ങൾക്കുള്ള മെഡലുകളാണ്. ദേ, ഈ ഡയലോഗ് പറഞ്ഞു തന്നെ ആകട്ടെ എന്റെ തുടക്കം. നല്ലവരായ എന്റെ പോലീസ് സുഹൃത്തുക്കളെ, ഈ ചെറ്റയെ ഞാൻ അടിക്കുന്ന ഓരോ അടിയും നിങ്ങൾക്കുള്ള മെഡലുകളാണ്. ഈ എഴുത്തു ഭാഷ, സംസാര ഭാഷ, പ്രാദേശിക ഭാഷ എന്നൊക്കെ ഭാഷയിൽ ഭേദരൂപങ്ങൾ പലതുള്ളതുപോലെ നിഘണ്ടുവായി അച്ചടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കേരളത്തിൽ പോലീസ് ഭാഷ എന്നൊന്നുണ്ട്. അറിയോ ആവോ? പോലീസ് മുറ പോലെ തന്നെ അത് നന്നേ പരുക്കനും പലപ്പോഴും പുറത്തു പറയാൻ കൊള്ളാത്തത്ര മലീമസവുമാണ് താനും. അഥവാ പോലീസ് മുറയുടെ ഒരു ഭാഗം തന്നെയാണ് ദേ ഈ പറഞ്ഞ സാധനം. കള്ളന്മാരോടും കുറ്റവാളികളോടും മറ്റും ഇത്തരം ചില മുറപ്രയോഗങ്ങൾ ആകുന്നതിൽ തെറ്റില്ല എന്നാണ് സേനയ്ക്ക് പുറത്തുള്ള പൊതുവികാരമെന്ന് സമ്മതിക്കാം. പക്ഷേ ന്യായമായ പരാതിയുമായി സ്റ്റേഷനിലേക്ക് പേടിച്ചും വിറച്ചും ചെല്ലുന്ന പൊതുജനത്തോട് പോലും ഈ മുറയും വികട സരസ്വതിയും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്ന് വന്നാലോ? എന്നാൽ ദേ അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുള്ള അഭിഭാഷകൻ സ്ഥലം SIക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിക്ക് മുഴുവൻ പോലീസ് സേനയെയും ഇക്കാര്യം കടുത്ത ശബ്ദത്തിൽ തന്നെ അങ്ങ് ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. പോലീസ് ജനങ്ങൾക്ക് മുകളിലല്ല. ഭയം കാരണം ജനം എന്തും സഹിക്കുമെന്ന് കരുതരുത്. കേട്ടല്ലോ അല്ലേ? അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടാനുള്ള കോടതി ഉത്തരവുമായി ആലത്തൂർ സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് അക്വിബ് സുഹേലിനോട് ആലത്തൂർ SI റിനീഷ അപമര്യാദയായി പെരുമാറി എന്നതാണ് ദേ ഈ പറഞ്ഞ കേസ്. സ്റ്റേഷനിൽ അരങ്ങേറിയ രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അങ്ങ് നന്നായി പ്രചരിച്ചെന്നേ. അപ്പോ സേനയ്ക്ക് നല്ല രീതിയിൽ തന്നെ അതങ്ങ് നാണക്കേടുണ്ടാക്കി. ജനങ്ങളോട് പോലീസ് മാന്യമായി പെരുമാറണമെന്ന മുൻ ഉത്തരവിന്റെ ലംഘനമാണ് SIയുടെ പെരുമാറ്റമെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള കോടതിയലക്ഷ്യ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിച്ചത്. കേസ് ജൂൺ 11 വീണ്ടും പരിഗണിക്കാൻ മാറ്റിയ കോടതി കേരളത്തിലെ പോലീസ് സേന രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അത് പിന്നെ അന്വേഷണ മികവിന്റെ കാര്യത്തിൽ മാത്രം. അതേസമയം സാധാരണക്കാരോട് മനുഷ്യപ്പറ്റോടെ പെരുമാറുന്ന കാര്യത്തിൽ ആണ് ചില ഉദ്യോഗസ്ഥർ സേനയ്ക്കാകെ കളങ്കമുണ്ടാക്കുന്നതെന്നും കോടതി അങ്ങ് ചൂണ്ടിക്കാട്ടി. നല്ല കൊമ്പൻ മീശയും കൂർത്ത തൊപ്പിയും ദേഹം തൊടാത്ത നിക്കറുമൊക്കെയായി കോമാളി വേഷത്തിൽ പോലീസ് അവതരിച്ചിരുന്ന കാലം പഴയ സിനിമകളിലെ പുതിയ തലമുറ കണ്ടിട്ടുണ്ടാകും. അത് മാറ്റി നല്ല പരന്ന തൊപ്പിയും പാൻസും ഒക്കെയായി യൂണിഫോം പരിഷ്കരിച്ചത് വെറും ഒരു വസ്ത്രപരിഷ്കാരം മാത്രമായല്ല, പോലീസിനെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടായിരുന്നു. എന്നാലോ വേഷം മാറിയിട്ടും ഭാഷ മാറിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കേട്ടാൽ അറയ്ക്കുന്ന പോലീസ് ഭാഷയെ കുറിച്ച് പലപ്പോഴും ഉയരുന്ന പരാതികൾ. പറയാതെ വയ്യ ഇതൊന്നും. സ്ത്രീകൾ ഉൾപ്പെടെ സാധാരണ ജനം ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കാലെടുത്ത് കൂത്തുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വിറച്ചു തുടങ്ങുന്നത് ദേ ഇതുകൊണ്ടൊക്കെ തന്നെയാ. ഈ വിദ്യാഭ്യാസം കൊണ്ട് സാംസ്കാരികമായി ഒരാൾ ഉന്നതി നേടുന്നു എന്നാണല്ലോ ഒരു വപ്പ്. ഏത് അങ്ങനെയുള്ളവരെയാണല്ലോ നാം ഈ പോലീസ് സേനയുടെ ഭാഗമാക്കുന്നതൊക്കെ. എന്നിട്ട് ഇവന്മാരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത് എന്താ? ദേ കഴിഞ്ഞ ദിവസം ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ വളാഞ്ചേരി സ്റ്റേഷനിലെ SI ബിന്ദുലാൽ അറസ്റ്റിലായിരിക്കുകയാണ്. പോലീസ് തന്നെ അറസ്റ്റിലായിരിക്കുന്ന അവസ്ഥ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഭേഷ് മാധ്യമ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും നാം ദേ കണ്ടതാണ്. സംഭവം നല്ല രീതിയിൽ തന്നെ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കി. മുന്നേ പറഞ്ഞ കേസ് പോലെ തന്നെ അതും മൊത്തം ചളാവള ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കൊണ്ട് സാംസ്കാരികമായി ഒരാൾ ഉന്നതി നേടുന്നു എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം SAP, KAP 3ാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായി മാറിയ 461 പോലീസ് ഉദ്യോഗസ്ഥരിൽ MTech ബിരുദമുള്ളവർ 5 പേരാണുള്ളത്. എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണെങ്കിൽ 65, PG യോഗ്യതക്കാരാണെങ്കിൽ 38 പേര്, 7 പേര് MBAക്കാരാണ്. പല വിഷയങ്ങളിലായി മറ്റു ബിരുദങ്ങളിലുള്ളവർ 224. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുമായി സേനയിൽ എത്തുന്ന ചെറുപ്പക്കാരുടെ
സംസ്കാര സമ്പന്നതയ്ക്ക് പിന്നെ എപ്പോഴാണ് ഈ ശോഷണം സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അന്വേഷിക്കേണ്ടതല്ലേ? പിന്നെ ഈ കാർക്കശ്യം സേനയുടെ അച്ചടക്കത്തിന് നിർബന്ധമൊക്കെ തന്നെയാണ്. അതിനർത്ഥം ഈ സാധാരണക്കാരോട് മനുഷ്യത്വപരമായ പെരുമാറ്റം പാടില്ലെന്നല്ലല്ലോ. സംസ്കാര സമ്പന്നമാകണം നമ്മുടെ പോലീസ് സേനയും. അതിന് പരിഷ്കരിക്കേണ്ടത് പരിശീലന രീതിയാണെങ്കിൽ അത് അടിയന്തരമായി തന്നെ പരിഷ്കരിക്കണമേ. അതല്ല അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് കാര്യമെങ്കിൽ കർശന നടപടിയും ഉണ്ടാകണം എന്നാണ് എന്റെ ഒരു ലൈൻ. എന്ത്? അതന്നെ.